പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്, ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് മാസം നല്ലൊരു ഇൻകം അതിൽ നിന്നും കിട്ടുക? ശരിക്കും പറഞ്ഞാൽ നമുക്ക് മന്ത്ലി ഇൻകം തരുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷെ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് എല്ലാ മാസം ഒരു റെഗുലർ ഇൻകം എടുക്കാൻ പറ്റുമെന്ന്. അതാണ് SWP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഈ SWP എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, സപ്പോസ് നമ്മുടെ കയ്യിലൊരു 50 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. ഈ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും എല്ലാ മാസവും 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ SWP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ SWP ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് SWP ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അതിലേറ്റവും ഫസ്റ്റ്, ഫണ്ട് സെലക്ഷൻ. ഒരിക്കലും കണ്ണും പൂട്ടി ഫണ്ട് ചൂസ് ചെയ്യരുത്. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത ഫണ്ട് ഏതാണോ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് നോക്കണം, നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഒരു ഫണ്ട് ചൂസ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ ഇതിൽ നിന്നും കിട്ടൂ. 2, ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ SWP കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം തന്നെ SWP ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ എവിടുന്ന വിഡ്രോ ചെയ്യുന്നത്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെല്ലെ തീരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നല്ലത് നമ്മുടെ ഫണ്ട് ഒന്ന് ഗ്രോ ചെയ്തിട്ട് ആ ഗ്രോത്തിൽ നിന്നും വേണം നമ്മൾ SWP ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും സേഫായിട്ട് അവിടെ ഉണ്ടാവും. 3, നമ്മുടെ ഫണ്ടിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആനുവൽ റിട്ടേൺ 15% ആണെങ്കിൽ ഒരിക്കലും ഈ 15% വെച്ചിട്ട് SWP ചെയ്യരുത്. എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് ഫുൾ വിഡ്രോ ചെയ്തെടുക്കരുത്. എപ്പോഴും സേഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനേക്കാളും 2-3% കുറവ്. എന്ന് വെച്ചാൽ 15% റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 12% വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്തെടുക്കാത്ത ആ ഒരു എമൗണ്ട് ഇല്ലേ, അതിൻ്റെയും കൂടി ഗ്രോത്ത് നമുക്ക് ലോങ്ങർ പീരീഡിൽ കിട്ടും. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കും. ഈ 3 കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യണമെന്നാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും ഞാൻ പറയാറ്. എന്തൊക്കെയാണ്? 1, കറക്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 2, കറക്റ്റ് ടൈമിൽ SWP സ്റ്റാർട്ട് ചെയ്യുക. 3, കറക്റ്റ് എമൗണ്ട് വെച്ച് SWP ചെയ്യുക. ഈ 3 കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ SWP നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്കാകൂ. ഇപ്പം ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. 2018 സ്റ്റാർട്ടിങ്ങിലാണ് ഇദ്ദേഹം 50 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് വെച്ചിട്ട് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിലാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു അഡ്വൈസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ഗ്രോ ചെയ്തതിന് ശേഷം മാത്രമേ SWP സ്റ്റാർട്ട് ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 60 ലക്ഷം രൂപയായപ്പോൾ ആ ഗ്രോത്തിൽ നിന്നും SWP സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഫണ്ടിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആനുവൽ റിട്ടേൺ 15% ആയിരുന്നു. അതുകൊണ്ട് തന്നെ 12% വെച്ചിട്ടാണ് നമ്മൾ SWP സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ മാസം 1% എന്ന കണക്കിൽ, 50 ലക്ഷത്തിൻ്റെ 1% എന്ന് വെച്ചാൽ 50,000 എന്ന കണക്കിൽ SWP സ്റ്റാർട്ട് ചെയ്തു. ഇനി കേട്ടാൽ ഞെട്ടുന്ന 1-2 ഫിഗേഴ്സ് ഞാൻ പറയാം. കഴിഞ്ഞ 4 വർഷം കൊണ്ട് എല്ലാ മാസവും 50,000 രൂപ വെച്ച് ടോട്ടൽ 24 ലക്ഷം രൂപയോളം ഇദ്ദേഹം വിഡ്രോ ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പകുതിയോളം ഇദ്ദേഹം വിഡ്രോ ചെയ്തെടുത്തു. ഇനി ബാക്കി അവിടെയുള്ള എമൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ? 1 കോടി. ഇതാണ് ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ട് SWP ചെയ്താലുള്ള ഗുണം. ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരുന്നില്ല SWPൻ്റെ അട്രാക്ഷൻ. ഒന്നുകൂടെ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മൾ SWP ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എമൗണ്ട് നമ്മുടെ ചിലവുകൾ കൂടുന്നതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കൂട്ടാം. ഇപ്പോൾ ഇദ്ദേഹം തന്നെ അടുത്ത വർഷം ആദ്യം മുതൽ 50,000 എന്നുള്ളത് 60,000 രൂപ ആക്കാനാണ്
പ്ലാൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഇത് ഈസി ആയിട്ട് ചെയ്യാം. കാരണം അന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ വാല്യൂ ഇപ്പം 1 കോടി രൂപയുണ്ട്. അതുകൊണ്ട് തന്നെ മാസം 60,000 രൂപ വെച്ച് വിഡ്രോ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്തിനെ അതൊരിക്കലും അഫക്റ്റ് ചെയ്യില്ല. ഇനി ഇതിനൊക്കെ പുറമെ നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഫാസ്റ്റായിട്ടും ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതും ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഇന്ന് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്താൽ 3ാമത്തെ വർക്കിൻ്റെ 1 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഗ്രോത്തും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും മന്ത്ലി ഇൻകം കിട്ടാൻ നമ്മളെല്ലാവരും എവിടെയാണ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വെറും 6-7% ബാങ്കിൽ കൊണ്ട് FD ഇടും. വലിയ എമൗണ്ട് ബാങ്കിൽ FD ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നിസാര ഇൻട്രസ്റ്റ് കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ എത്രത്തോളം വൈകുന്നോ അത്രയും നമുക്ക് നഷ്ടമാണ്. കാരണം ലോങ്ങർ പീരീഡിൽ മാത്രമേ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് വലിയ റിട്ടേൺസ് തരൂ. ഇപ്പം 7 വർഷം മുമ്പ് പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതും ചിലവുകൾ കൂടുന്നതിനനുസരിച്ച് മന്ത്ലി ഇൻകം മീൻസ് നമ്മുടെ മാസ വരുമാനം ഈ രീതിയിൽ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നതും. അതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെറിയ പോർഷനെങ്കിലും എടുത്തിട്ട് ഈ രീതിയിൽ പ്ലാൻ ചെയ്യണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിലൂടെ കിട്ടുന്ന എമൗണ്ടും SWP വഴി കിട്ടുന്ന എമൗണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നല്ല ഡിഫറൻസ് വരും. ഒരു പരിധി വരെ കൂടി വരുന്ന ചിലവിനെ നമുക്ക് ഈ രീതിയിൽ ഓവർകം ചെയ്യാം. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഒരുപാട് NRIs FD എന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് അവിടെയുള്ള ലൈഫ് സ്റ്റൈൽ നമ്മുടെ നാട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് FD കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ കൂടുതലും NRIs ആണ് SWP പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. സോ ഇനിയെങ്കിലും തീരുമാനിക്കുക, FD പോലുള്ള ട്രഡീഷണൽ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കണോ അതോ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കണമെന്ന്. വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.